ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീൻ ഫിറ്റ് മല്ലു. അപ്പോൾ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട്, ലോങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് ഈവനിങ് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെല്ലോ തിരക്കായിരുന്നു. ഓണം, അതേപോലെ ഡ്യൂട്ടി മാറൽ, നൈറ്റ് ഷിഫ്റ്റ്, ഓഫിൻ്റെ ദിവസം ഡ്യൂട്ടി, അങ്ങനെ എന്തൊക്കെയോ തിരക്കുണ്ട്. വീഡിയോസ് ഒന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. യൂട്യൂബിലെ വീഡിയോസ് ഒന്നും മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളിന് ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് ബാക്ക് വർക്കൗട്ടാണ്. ഓക്കെ, ലാറ്റ്സിൻ്റെ മസിൽസിനുള്ള വർക്കൗട്ട്. ലാറ്റ്സിൻ്റെ മസിൽസ് പ്ലസ് ഒരു 2 or 3 ബൈസെപ്സ് വർക്കൗട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അത്യാവശ്യം ഇപ്പോൾ ടൈം ഏകദേശം ഒരു 1:30 അടുത്തായി. അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല ജിമ്മിലെന്ന് വിചാരിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 67 സബ്സ്ക്രൈബേഴ്സ് സെറ്റായി. അപ്പോൾ എല്ലാവരും എന്നെ വിശ്വസിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്യും. താല്പര്യമുള്ളവർ കാണുക, സജഷൻസ് പറയുക. സജഷൻസാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതേപോലെ ഓണത്തിൻ്റെ തിരക്കൊക്കെ കൊണ്ടാണ് കുറച്ച് വീഡിയോസ് ലാഗായത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ വിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. വീക്ക്ലി ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓണമെല്ലാം ഉഷാറാക്കിയിട്ടുണ്ടാവും അല്ലേ? ഞാനും ഉഷാറാക്കി. അപ്പോൾ നമുക്കെന്നാൽ പ്രീ വർക്കൗട്ട് മീലിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ എടുക്കാം. സെയിം ഒരു മില്ലറ്റ് മിസലിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ്. ഒരു മൾട്ടിഗ്രെയിൻസാണ് വരുന്നത്. അത് കുറച്ച് നമുക്ക് നമ്മുടെ ബൗളിലിടാം. ഓക്കെ, അതിനുശേഷം ലോ ഫാറ്റിൻ്റെ കുറച്ച് പാലൊഴിക്കാം. സോക്കാവുന്ന രീതിയിൽ പാലൊഴിച്ച് സെറ്റ് ചെയ്യാം. അതേപോലെ ഒരു 4 എഗ് വൈറ്റ് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ട്. ഓൾറെഡി വയറിലുണ്ട്, പക്ഷെ എന്നാലും ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മളിതും കഴിക്കുന്നു, പ്ലസ് ഒരു നേന്ത്രപ്പഴം കൂടി അടിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത്. ബാക്കി ജിമ്മിൽ നിന്നാണോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ നല്ല വെയിൽ, ഒടുക്കത്തെ വെയിൽ, കണ്ണു പൊട്ടുന്ന വെയിൽ. ഇപ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ജിമ്മിലോട്ട് പോകാന്നാലേ. ഭയങ്കര ഹ്യൂമിഡിറ്റി, ഭയങ്കര ടെമ്പറേച്ചർ. ഈ മാസം കൊണ്ട് കുറയുമെന്ന് വിചാരിക്കും. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നോക്കാം. അതേപോലെ വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം. തിരക്കുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ഏരിയ. ഓക്കെ, ജിമ്മിലോട്ടുള്ള വഴിയാണ്. ഇതാണ് നമ്മളെ ഫുള്ളാൻ ജിം ആൻഡ് പോയി. ഓക്കെ, ലെറ്റ്സ് ഗോ. ലിഫ്റ്റിലെത്തി. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. പത്തന്നെ വേർത്ത്. വെള്ളം എടുത്തിട്ടുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ്. അങ്ങനെ പോയിട്ട് പൊളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് തുറന്നാടൊരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചുതരാം. ഫിറ്റായിട്ടുള്ളൊരു ചേച്ചി നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ടാവും. 1 2 3 go, let's go. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര സെറ്റപ്പ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രെയിനറുണ്ട് കേട്ടോ, ട്രെയിനറിന് പരിചയപ്പെടാം.
ഗൈസ്, വെൽക്കം ടു ലീൻ ഫിറ്റ് മല്ലു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ബാക്ക് വർക്കൗട്ടാണ്. ലാറ്റ്സിനുള്ള വർക്കൗട്ട് പ്ലസ് ബൈസെപ്സിന് സൈഡായിട്ട് ഒരു 2-3 വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ മെയിൻ മസിൽ ഗ്രൂപ്പ് ഇന്ന് ലാറ്റ്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ബൈസെപ്സിനും 2-3 വർക്കൗട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെന്നറിയില്ല, നോക്കാം, വിൽ ട്രൈ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാമപ്പ് ഏരിയയിലാണ് ഉള്ളത്. ഇവിടുന്ന് ലൈറ്റ് വാമപ്പും അതേപോലെ സ്ട്രെച്ചിങ്ങും പ്ലസ് പുള്ളപ്സ്, വെയിറ്റ് എൻഗേജ് ആയിട്ടുള്ള പുള്ളപ്സ് ആണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ലാറ്റ്സിന് കുറച്ചും കൂടി എൻഗേജ്മെൻറ്റ് കിട്ടും, മസിൽ കുറച്ചും കൂടി നമുക്ക് സ്റ്റിമുലേറ്റ് ആവും ലാറ്റ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ലേറ്റ് ആക്കുന്നില്ല, നമുക്കെന്നാൽ സ്ട്രെച്ചിങ്ങിലേക്കും വാമപ്പിലേക്കും കടന്നാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ലീൻ ഫിറ്റ് മല്ലു. ഓക്കെ ഗൈസ്, നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം ജോയിൻസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ നമ്മളെ ലൈറ്റ് ജോയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എൻഗേജ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ പുള്ളപ്സിലേക്ക് കടന്നാലോ. ഓക്കെ, വെയിറ്റ് എൻഗേജ് ആയിട്ടുള്ള പുള്ളപ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാ. അപ്പോൾ നമുക്ക് 10 kg വെയിറ്റ് വെച്ചിട്ടുള്ള പുള്ളപ്സ് എടുത്താലോ. എത്ര നമ്പർ പോകുന്നറിയില്ല. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ പുള്ളപ്സ് കഴിഞ്ഞു. ഇനി പുഷപ്സിലേക്ക് പോവാം. പുഷപ്പ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലാറ്റ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള ലാറ്റ്സ് പുൾ ഡൗൺ ട്രൈ ചെയ്യാം മെഷീനിൽ. വൈഡ് ഗ്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. വൈഡ് ഗ്രിപ്സിൽ ലാറ്റ്സ് പുൾ ഡൗൺ നമുക്ക് ഏകദേശം ഒരു 3 സെറ്റ് അല്ലെങ്കിൽ 4 സെറ്റ് ട്രൈ ചെയ്യാം. ഏകദേശം നോർമൽ വെയിറ്റ് ഇട്ടിട്ട്, ഹെവിയും അല്ല ലൈറ്റും അല്ലാത്ത ഒരു നോർമൽ വെയിറ്റിലാണ് ട്രൈ ചെയ്യുന്നത്. ഒരു 15 റെപ്പിറ്റേഷൻ എന്നുള്ള രീതിയിൽ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ബിഗിനേഴ്സിനായാലും അത്യാവശ്യം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്കായാലും സ്യൂട്ടായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ലാറ്റ്സ് പുൾ ഡൗൺ വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ചില ആൾക്കാർ ഡെഡ് ലിഫ്റ്റ് ഫസ്റ്റ് ലാറ്റ്സിന് മുന്നേ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഡെഡ് ലിഫ്റ്റ് വെച്ചിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ മുന്നേ അങ്ങനെ കൊടുത്തോണ്ടുണ്ടായി. പിന്നെ ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് സൺഡേ
ആപ്സിന് കളിക്കുന്ന സമയത്താണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യൽ. അതുകൊണ്ട് ഇപ്പോൾ ലാറ്റ്സിന് ചെയ്യലില്ല. പക്ഷേ മൂഡ് പോലെ ചില സമയത്ത് ലാറ്റ്സിന് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 3 സെറ്റ് ഡെഡ് ലിഫ്റ്റ് കൂടെ കൊടുക്കും. പിന്നെ ആ പ്ലാൻ ഇല്ല, കാരണം പുറത്ത് നല്ല ചൂട് ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ ടയർഡ് ആവുമായിരിക്കും. നോക്കാം, ട്രൈ ആക്കാം. അപ്പോൾ ലാറ്റ്സിന് 4 സെറ്റ്സ് 15 നമ്പർ വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നോർമൽ വെയ്റ്റ്സിൽ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ 3 സെറ്റ് പുഷപ്പും കൂടി ഉണ്ട്. പുഷപ്പും കൂടി എടുത്തിട്ട് നമുക്ക് ലാറ്റ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷോൾഡർ ഗ്രിപ്പിൽ സ്റ്റാൻഡേർഡ് പുഷപ്സ് ആണ്. ബോഡി മാക്സിമം താഴെ, മാക്സിമം പൊങ്ങുക, ഹിപ്പ് പൊക്കി വെക്കുക. അധികം താഴത്തേക്ക് അധികം പൊക്കരുത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ 20 നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 20 നമ്പറിന് 3 സെറ്റ്. ഓക്കെ, സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. ലെറ്റ്സ് ഡു 20 reps. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. Three, 5, 6, 7, 8, 9, 10. ഇത് ഞാൻ 3 ആംഗിളിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഫോം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോമാണ് ഇമ്പോർട്ടൻ്റ്. ഏത് എക്സസൈസ് ഗ്രൂപ്പ് ആയാലും ഫോം കറക്റ്റായിട്ടില്ലേ കാര്യമില്ല, അല്ലെങ്കിൽ ഒരു യൂസ് ഇല്ല. വെറുതെ നമ്പർ അടിച്ചുകൊണ്ട് കാര്യമില്ല. ഫോം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് ചെയ്യുക. ഓക്കെ, വർക്കൗട്ടിലോട്ട് പോയാലോ? ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ലാറ്റ്സിൻ്റെ പുൾ ഡൗൺ മെഷീനിലുള്ളത്. ഇത് ആക്ച്വലി ജിം ഒരു എൽ ഷേപ്പിലുള്ളത്. അപ്പോൾ അവിടെയും മെഷീൻസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ അവിടെ തിരക്കാൻ വേണ്ടി ഇപ്പുറം വന്നിട്ടുള്ളത്. ഇത് എത്രമാത്രം എഫക്റ്റീവ് എന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വൈഡ് ഗ്രിപ്പിൽ ലോങ് ബാർ, വൈഡ് ഗ്രിപ്പ്, 4 സെറ്റ്സ് 15 നമ്പർ വെച്ചിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. Okay, let's go. Easy 9, 10. 1, 2, 3, 4, 5, 6, 7, 8. വെയിറ്റ് കുറച്ച് കുറവാണ്. കറക്റ്റ് ഫോം കാണിക്കാൻ വേണ്ടിയിട്ട് അടിച്ചത്. അപ്പോൾ അടുത്ത സെറ്റിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് തരും. 10 kg ഇൻക്രീസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് പോവാം. വെയിറ്റ് ഇൻക്രീസ് ചെയ്തു 10 kg. ഓക്കെ, let's go. എപ്പോഴും കൺട്രോൾ ചെയ്ത് റിലീസ് ചെയ്യുക. പുൾ ചെയ്തതിന് ശേഷം കൺട്രോൾ ചെയ്തിട്ട് വേണം റിലീസ് ചെയ്യാൻ. എന്നാലേ ആ ഒരു കറക്റ്റ് എഫക്റ്റ് നമ്മളെ ലാറ്റ്സിന് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അതേപോലെ കാലിൻ്റെ തൈ ക്വാഡ്സ് എപ്പോഴും ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുക. നമ്മുടെ ബോഡി മുകളിലോട്ട് വരാനോ പുള്ള് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡി മുകളിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഫുൾ സ്ട്രെച്ചിങ് കിട്ടില്ല. ലോക്ക് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ടിലേക്ക് ഇരിക്കുക. ലാറ്റ്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു മസിൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അതാണ് മെയിനായിട്ട്. ലാറ്റ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ഒന്നും ഇപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ലാറ്റ്സിൻ്റെ പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സിന് ഒരു 10-20% പോകും. ബട്ട് നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ലാറ്റ്സിന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഫോർ തേർഡ് സെറ്റ്. അപ്പോൾ 10 kg ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോക്ക് യുവർ തൈ. Let's go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4. അപ്പോൾ ഗൈസ്, ഫോർത്ത് സെറ്റ് കേട്ടോ. 10 kg ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70 kg ഉണ്ട്. 70 kg 15 നമ്പർ ഹിറ്റ് ചെയ്യാം. വാ, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗെയിമിലേക്ക് പോകുന്നു. ഫസ്റ്റ് വർക്കൗട്ട് ലാറ്റ്സ് പുൾ ഡൗൺ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഗെയിമിലോട്ടാണ് പോകുന്നത്. 3 സെറ്റ് അടിക്കുന്നുണ്ട്. 4 അല്ല 3. ഇനീഷ്യൽ സെറ്റ് മാത്രം ഒരു 4 സെറ്റ്സ് നമുക്ക് നല്ലൊരു പമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കി 4 വർക്കൗട്ട് 3 സെറ്റ് വെച്ചിട്ട് 15 നമ്പേഴ്സ് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിൽ വെയിറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാ, വി ബാറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, Twelve, 13, 14, 15, 16, 17. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഓൾഡ് സ്കൂൾ ടൈമിലുള്ള ഫോം, അതേപോലെ ഇപ്പോഴത്തെ ന്യൂ ജെൻ ഫോം, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഓൾഡ് സ്കൂൾ ഫോം ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ട വീഡിയോസ് വെച്ചിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ട ഓൾഡ് സ്കൂൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വെക്കുന്നു. നമ്മുടെ ആംസ് മാക്സിമം സ്ട്രെച്ച് കൊടുക്കുന്നു. ഫ്രണ്ടിലോട്ട് കുറച്ച് ലീനായിട്ട് ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് തന്നെ നമ്മുടെ ഹാപ്സിൻ്റെ അവിടത്തേക്ക് ബാർ കൊണ്ടിരുന്നു. റിലീസ് ചെയ്യുമ്പോൾ ഫുൾ സ്ട്രെച്ച്. ഇപ്പോഴത്തെ പുതിയ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ആംസ് ഫ്രണ്ടിൽ കൊണ്ടുപോകാണ്ട് ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു മൂമെൻറ്റ്, ഈ ഒരു പുതിയ ടെക്നിക്കിൽ ഫുൾ സ്ട്രെച്ച് എവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പഴയ ഓൾഡ് സ്കൂൾ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടബിളും കുറച്ചും കൂടി എഫക്റ്റീവും. അതുകൊണ്ട് ഞാൻ അതന്നെ ഫോളോ ചെയ്യുന്ന പഴയൊരു ടെക്നിക്ക്.
ഓക്കെ, സെക്കൻഡ് സെറ്റ് നമുക്ക് വെയിറ്റ് കൂട്ടാം. അടിച്ചോ, നീ അടിച്ചോ, നീ അതൊന്നും നോക്കണ്ട, വീഡിയോ എടുക്കുന്നുണ്ട്, നീ നോക്കണ്ട, അതൊന്നും വിഷയമല്ല. അതിൽ ആൾക്കാരടക്കം ഇൻട്രാക്ഷൻ വേണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെക്കൻഡ് സെറ്റ് അടിക്കാം. വെള്ളം ഫ്രീയാ? വെള്ളം ഫ്രീ ഉണ്ടാ? നീ തുടങ്ങിയ പരിപാടി തുടങ്ങിയ? വേമ്പേ നോക്ക്, തുടങ്ങുമ്പോ ഈ മാസം അടുത്ത മാസം 3 4 5 6 7 8 9 10 11 12 13 14 15. യെസ് ബോസ്, എന്നുണ്ട് പോലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഗഡ്സിലോട്ട് പോവാം. 15 kg കൂട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ 15 kg കൂട്ടിയിട്ടുണ്ട്. 15 നമ്പേഴ്സ് അടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പം നമ്മൾ ലാക്സിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ലാക്സിൻ്റെ ഡംബിൾ റോ ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മെഷീനിൽ റോയിങ് ആണിത്. ആ ഡംബിൾ റോൻ്റെ അത്ര ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കിട്ടൂലെങ്കിലും അത്യാവശ്യം നമ്മളെ ലാക്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ഒരു വർക്കൗട്ടാണിത്. ഒരു വേരിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വീക്ക്ലി ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. പിന്നെ ഇത് മോസ്റ്റ്ലി ഒരു വീക്ക് ഇടവിട്ടിട്ട് കൊടുക്കലുണ്ട് ഡംബിൾ റോവിന് പകരം. അപ്പോൾ തുടങ്ങിയാലോ, ലെറ്റ്സ് ഗോ. ഇതിൽ ഹിറ്റ് ചെയ്യുന്ന റബ്സ് എന്ന് പറയുന്നത് 21 റബ്സ് ആണ്. 7 × 3 ഒരു സെറ്റ്, 7 7 7. ഓക്കെ, അങ്ങനെ 3 സെറ്റ് അടിയോ. വാ, ലെറ്റ്സ് ഗോ. പൊളിക്കാൻ മതിയല്ലോ ബാക്ക്. മാക്സിമം ബാക്കോട്ടിരിക്കുക. ജസ്റ്റ് ഈ റെസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഗ്ലൂട്ട്സ് ബാക്കിലേക്ക് വെക്കുക. ബാക്ക് കറക്റ്റ് ഫോമിൽ വെക്കുക. ഹിറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 2 3 4 5 6 7 1 2 3 4 5 6 7. 10 kg ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സെറ്റാണ്. എല്ലാത്തിനും ഒരു 20 to 30 seconds റെസ്റ്റ് കൊടുക്കണം മസ്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഹൈഡ്രേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എല്ലാം ചെയ്യുക. ആക്ച്വലി ബ്രീത്തിങ് ടെക്നിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മസിൽസ് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. ബ്രീത്തിങ് പ്ലസ് ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. ഓക്കെ, സെക്കൻഡ് സെറ്റ് അടിക്കാം. ലെറ്റ്സ് ഗോ. പ്രോപ്പറായിട്ടുള്ള ഫോം, പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ. ലെറ്റ്സ് ഗോ. 1 2 4 5 6 7 1 2 3 4 5 6 7 1
തേർഡ് സെറ്റിലേക്ക് പോയാലോ? കുറച്ച് ഹെവിയാണ്. ഒരു 10 kg കൂടെ ആഡ് ചെയ്യുക. 30, 60 kg. 7 into 3 21 നമ്പേഴ്സ് അടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ലെറ്റ്സ് ട്രൈ. അടിച്ചാൽ ഗുഡ്, ബെറ്റർ. അടിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം വി ക്യാൻ ട്രൈ. ഓക്കെ, ബാ ലോഡ് ചെയ്യാം. 10 kg കൂടി 10 kg ലോഡ് ചെയ്യുന്നുണ്ട്. 30 ലെഫ്റ്റ് സൈഡ്, 10 kg loading on right side. Let's go. Lightweight, baby. Proper position, form, concentrate, muscle to mind connection. Let's go. 1, 2, 3. Seven more. ഓക്കെ ഗൈസ്, നമ്മളെ തേർഡ് ഗെയിം ഫിനിഷായി. ഞാൻ അടുത്ത ഗെയിമിലേക്ക് പോയാലോ? റോ ഈ ഒരു മെഷീനിൽ നമുക്ക് ചെയ്യാം. ബെൻഡ് ഓവർ റോ. ബെൻഡ് ഓവർ റോയിൽ ഗ്രിപ്പ് ഷോൾഡർ ഗ്രിപ്പാണ്. ഗ്രിപ്പ് ഈ ഒരു ഗ്രിപ്പാണ് ഞാൻ പിടിക്കൽ. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഗ്രിപ്പ് ഇതാണ്. അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു 5 kg കൂടെ ലോഡ് ചെയ്യുക. 25 ആയി. And we'll hit the second set. One, two, 3, 4, 5. 1, 2, 3, 4. ഓക്കെ ഗൈസ്, നമുക്ക് തേർഡ് സെറ്റ് ബെൻഡ് ഓവർ റോൻ്റെ ലാസ്റ്റ് സെറ്റ് അടിക്കാം. ഒരു 10 kg ആഡ് ചെയ്തിട്ടുണ്ട്. 30 kg. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പം നമ്മളെ ലാസ്റ്റ് വർക്കൗട്ട് ഫോർ ബാക്ക് സ്റ്റാൻഡിങ് പുൾ ഓവറാണ്. 3 സെറ്റ്. സോ നമ്മളെ ബാറ് സെറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സെറ്റ് സ്റ്റാൻഡിങ് പുൾ ഓവർ. ഓക്കെ, നമുക്ക് നമ്മളെ സെക്കൻഡ് സെറ്റിലോട്ട് പോവാം. വെയിറ്റ് ഒരു 5 kg കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ.
റോപ്പിൽ ആ സ്റ്റാൻഡിങ് റോപ്പാണ് നല്ലത്. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ബൈസെപ്സിൻ്റെ ഒരു 2 വർക്കൗട്ടും കൂടി കഴിഞ്ഞ് നമ്മൾ ഇൻട്രോ ഷെഡ്യൂൾ കഴിഞ്ഞു. അതെനിക്കൊരു പോസിങ് സെഷൻ ഉണ്ട്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ. അത്യാവശ്യം നല്ല പമ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബൈസെപ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ബൈസെപ്സിന് ലൈറ്റായിട്ട് 2 വർക്കൗട്ടേ ഉള്ളൂ. അതിൻ്റെ നമുക്ക് പോസിങ്ങിലേക്ക് കിടക്കാം. 1 2 3 4 5 6 8 9 10. ഗൈസ്, നമ്മൾ ലാറ്റ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. 5 വർക്കൗട്ട് പ്ലസ് ബൈസെപ്സിന് 2 വർക്കൗട്ടും കൂടെ കൊടുത്തു. ഭയങ്കര ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് പോസിങ്ങും ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല പമ്പായിട്ടുണ്ട്. നല്ല മസ്കുലറായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മളൊരു സെൽഫ് ഫീലിംഗ് ഉണ്ടല്ലോ വർക്കൗട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫ്രഷ്നെസ്സും ഒരു കോൺഫിഡൻസും. എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ബോഡിയാണ്. എൻ്റെ മസ്കുലൈനിറ്റിയാണ് എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാനൊരു പോസിങ് സെഷൻ കൂടെ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ നിർത്തും. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലീൻ ഫിറ്റ് മല്ലു. ഓക്കെ, അപ്പോൾ നമുക്കിനി പോസിങ് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ.
ഗൈസ്, അപ്പോൾ ഇന്ന് ലാറ്റ്സ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലാറ്റ്സിൻ്റെ കുറച്ച് പോസസ് ചെയ്യാം. ലാറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള പോസിങ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡു. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ കഴിഞ്ഞു. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയുക. എല്ലാം ഒരു ലേണിംഗ് ലെസണായിട്ടാണ് ഞാൻ കരുതുന്നത്. സജഷൻസ് പറയുക എന്തായാലും മസ്റ്റായിട്ട്, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇനി അടുത്ത വീഡിയോ ഞാൻ ലോങ് വീഡിയോ അടുത്ത വീക്കേ ഇടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഷോർട്സ് ഒക്കെ ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുന്നവരൊക്കെ. ഈ ലാറ്റ്സ്, അതായത് ബാക്ക് മസിൽസിൻ്റെ ഫുൾ വർക്കൗട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും അതേപോലെ ഫേസ്ബുക്കിൽ ലിങ്കും കൊടുക്കും. അതേപോലെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫ്രം മൈ സൈഡ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ലീൻ ഫിറ്റ് മല്ലു. ഓക്കെ, അപ്പോൾ അടുത്ത വർക്കൗട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക് യു.